അതായത് നമ്മുടെ വീടിൻ്റെ ഈ ദിക്കുകൾ ചേരുന്ന സ്ഥലം, അതായത് വടക്ക് ദിക്കും അല്ലെങ്കിൽ കിഴക്ക് ദിക്കും ചേരുന്ന ആ പോയിന്റ്, ഈ നമ്മുടെ കിണറിൻ്റെ ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു കയറ് കെട്ടിയച്ച് വടക്ക് കിഴക്കേ മൂലയിലേക്ക് പിടിച്ചാൽ ഈ കിണറിൻ്റെ നടുക്കിലൂടെ വരരുത്, അല്ലെങ്കിൽ കിണറിനെ അത് ക്രോസ് ചെയ്യരുത്. നടക്കുന്നല്ല, അതിൻ്റെ ഒരു സൈഡിൽ പോലും വരരുത്. അതിനെയാണ് കോടിക്കുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോടിക്കുത്ത് ഒഴിവാക്കി ആണ് ആ ലൈനിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ആണ് വടക്ക് കിഴക്കേ മൂലയിൽ കിണർ കുഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഉത്തമമായി പറയുന്ന സ്ഥാനം അതാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ഒരു ശ്ലോകമുണ്ട്, കുംഭം കൂപം അതീവ മുഖ്യം. അതായത് കുംഭൻ രാശിയിലാണ് കിണർ ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുംഭം എന്ന് പറഞ്ഞാൽ കുടമാണ്, ആ കുംഭത്തിൻ്റെ ചിഹ്നം. അപ്പോൾ വെള്ളത്തിൻ്റെ സ്ഥാനം അത് ആണ് എന്നുള്ള മലയാളത്തിലെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതാവുമ്പോൾ ഈ കോടിക്കുത്തിൻ്റെ പ്രശ്നം ഉദ്ഭവിക്കുന്നതേയില്ല. അപ്പോൾ അതങ്ങനെ. അതിൻ്റെ തൊട്ടുപുറകിലുള്ള, അതായത് മകരൻ രാശിയിലും കിണറാകാം. കാരണം എന്താ വെച്ചാൽ മകരം മാനും മൊയിലയും ചേരുന്നതാണ് ഈ മകരൻ രാശി. അപ്പോൾ മുതല എന്ന് പറയുമ്പോൾ അതും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ മകരൻ രാശിയിലുമാകാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മകരമായി, കുംഭമായി, മീനമായി, മേടൻ രാശിയിലുമാകാം, മേടമാകാം, ഇടവമാകാം. പക്ഷേ മിഥുനൻ രാശി എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂല. അവിടെ അഗ്നികോൺ എന്നാണ് പറയുന്നത് മിഥുനൻ രാശിക്ക്. അപ്പോൾ ഈ അഗ്നികോണിൽ ആണ് കിണർ ഒട്ടും പാടില്ലാത്തത്. അപ്പോൾ പക്ഷേ ഈ അഗ്നികോണിൽ കിണറാകുമ്പോൾ അത് സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാണ്. എൻ്റെ ഈ മേഖലയിലുള്ള അറിവും അനുഭവവും വെച്ച് ഞാനത് ഇഷ്ടം പോലെ കണ്ടിട്ടുമുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നമ്മൾ രാശികൾ ഒരു ദിക്കിനെ 4ആയി തിരിക്കുമ്പോൾ രാശികളാണ് വരുന്നത്. രാശികളായിട്ട് തിരിക്കുമ്പോഴാണ് 4ആയി തിരിക്കുന്നത്. പക്ഷെ പദങ്ങൾ തിരിക്കുമ്പോൾ 9ആയി തിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാനം കോൺ എന്ന് പറയുന്നത് എലിസബത്ത് കേട്ടിട്ടുണ്ട്. അത് ഈശാന പദമാണ്. അത് വടക്ക് കിഴക്കേ മൂലയിൽ ഈ 9ആയി തിരിക്കുന്നതിൽ ആദ്യത്തെ പദമാണ് ഈശാന പദം. അതുകൊണ്ടാണ് അതിനെ ഈശാനകോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദമാണ് പർജന്യപദം. അപ്പോൾ അതുകൊണ്ടാണ് പർജന്യപദത്തിലാണ് അടുക്കള വരേണ്ടത്. അത് ഈശാന പദത്തിലല്ല. ഈശാനകോണിൽ അടുക്കള എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു പദം കഴിഞ്ഞിട്ട് പർജന്യ പദത്തിലെ അടുക്കള പാടുള്ളൂ. അതാണ് വേണ്ടത്. അപ്പോൾ അതുമാതിരി തന്നെ ഈ അഗ്നികോണിലെ അവിടെ നിന്ന് ആ അഗ്നിമൂലയിൽ നിന്ന് രണ്ടാമത്തെ പദം ആ പദത്തിൽ കിണറാകാം എന്നാണ് പ്രമാണം. അതുപോലെ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാണുന്നവർക്ക് അത് അഗ്നിമൂലയാണ് എന്ന് തോന്നും, അസ്ഥാനത്താണെന്ന് തോന്നും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കാണുന്നവരൊക്കെ അത് അസ്ഥാനത്താണെന്ന് പറയാനും സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാരും എളുപ്പം ചാടി പുറപ്പെടണ്ട. അപ്പോൾ അതങ്ങനെയായി. ഇപ്പം തൊട്ടടുത്ത രാശിയാണ് ഈ പറഞ്ഞത് കർക്കിടകൻ രാശി. അവിടെ കിണറാകാം. തൊട്ടടുത്ത ചിങ്ങൻ രാശിയിലുമാകാം. കന്നിരാശിയിൽ ഒരു കിണറാകാം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കിണറുണ്ടെങ്കിൽ രണ്ടാമത്തെ കിണറാണ് ഈ കന്നിമൂലയിലാകാവുള്ളൂ. കന്നിമൂലയിൽ കിണറാകാം. രണ്ടാമത്തെ കിണറാണ്. കന്നിമൂല രണ്ടാം കിണറിൻ്റെ സ്ഥാനമാണ് എന്നർത്ഥം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കിണറുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആകാം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പടിഞ്ഞാറ് ദിക്കിൽ കിണറാകാം. പടിഞ്ഞാറ് ദിക്കിൽ കിണറാകാം എന്ന് പറയുമ്പോൾ തുലാം രാശിയിലോ വൃശ്ചികൻ രാശിയിലോ ഒക്കെ കിണറാകാം. അവിടെ ധനുരാശിയിലേക്ക് പോകരുത് എന്ന് മാത്രം. അപ്പോൾ പടിഞ്ഞാറ് ദിക്കിൽ കിണറാകാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും വീടുകളൊക്കെ കിഴക്കോട്ട് ദർശനമായിരിക്കും. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ബാത്റൂം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള കിണറിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. അതുപോലെ ചെറിയ പ്ലോട്ടുകളുമായിരിക്കും. അതെ, അല്ല അപ്പോൾ ഏത് പ്ലോട്ടാണെങ്കിലും ഈ പറഞ്ഞ ഇതിൽ 10 സെൻറ്റിനൊക്കെ ആയിരിക്കുമല്ലോ. അധികം അല്ല 20 സെൻറ്റ് അതിൽ കൂടുതലൊന്നും സാധാരണ രീതിയിൽ വീട് വെക്കാൻ വേണ്ടി അവർ വാങ്ങുന്നില്ല. പിന്നെ വടക്ക് അപ്പോൾ ഈ കന്നിമൂലയിൽ കിണർ പറ്റില്ല, രണ്ടാം കിണറിൻ്റെ സ്ഥാനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ തെക്ക് വശത്ത് ഈ കിണർ പറ്റില്ല.
അതുപോലെ ഈ ചില സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചാൽ വെള്ളമേ ഉണ്ടാവില്ല, വെള്ളത്തിന്റെ സാന്നിധ്യമേ ഉണ്ടാവില്ല, അല്ല അവിടെ ഇത് വെള്ളം കിട്ടുന്ന സ്ഥലമല്ല എന്നൊക്കെ പറയാറുണ്ട്. അത് ഓരോ പ്ലോട്ടിനെ ആശ്രയിച്ചായിരിക്കും. അത് ഓരോ പ്ലോട്ടിനെ ആശ്രയിച്ചാണ് അവിടുത്തെ വെള്ളത്തിന്റെ സ്ഥാനത്തിന് വ്യത്യാസമുള്ളൂ ഓരോ സ്ഥലങ്ങളിലും. പിന്നെ നമ്മൾ പറഞ്ഞ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണറായാൽ അത് ശത്രുദോഷത്തിന് കാരണമാണ്, ധനുരാശിയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് വെള്ളമുണ്ടെങ്കിൽ കിണർ, വെള്ളമുണ്ടെന്ന് തോന്നിയാൽ പോലും കിണർ കുഴിക്കാൻ പാടില്ലാത്തതുള്ളൂ എന്ന് പറയുകയും. ഇപ്പം സാറ് പറഞ്ഞു നമുക്ക് സന്താന യോഗം, അതുപോലെ ശത്രുദോഷം, ഇതൊക്കെ ചില ആസ്ഥാനങ്ങളിൽ കിണറുകൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ടെന്ന്. അതുപോലെ ആസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വേറെന്തൊക്കെ ദോഷങ്ങളാണ് സംഭവിച്ചേക്കാവുന്നത്? എങ്ങനെ? അതായത് ഇപ്പൊ സ്ഥാനത്തല്ലാതെ ഇപ്പം സാറ് പറഞ്ഞിട്ടുള്ള അതിനകത്ത് പ്രധാനമായിട്ട് ഈ 4 സ്ഥാനങ്ങളാണ് ഏറ്റവും മോശം. തെക്ക് കിണർ വരുന്നത് സ്ത്രീകൾക്ക് ദോഷമാണെന്നാണ് പറയുന്നത്, തെക്ക് വശത്ത്. അപ്പൊ തെക്ക് വന്നു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ദോഷം, അതുപോലെ ശത്രുദോഷം, അതുപോലെ തന്നെ കുട്ടികൾ സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ. പിന്നെ കന്നിമൂലയിലാണ് കിണറെങ്കിൽ അത് ഗ്രഹനാഥന് ദോഷം. അത് ശരി. അങ്ങനെയുള്ള ദോഷങ്ങളും ഇതുപോലെ കിണറിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിച്ചേക്കാം. കാരണം ഇപ്പൊ വടക്ക് കിഴക്കേ മൂലയിലാണ് അടുക്കള എന്ന് പറയുന്നല്ലോ, അത് ഗ്രഹനാഥയുടെ സ്ഥാനമാണ്. അപ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ഥാനം ഈ പറഞ്ഞ ഗ്രഹനാഥന്റെ സ്ഥാനമാണ്. നമുക്കൊരു സാമാന്യ ബുദ്ധിക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ഥാനത്ത്, പിന്നെ എലിസബത്ത് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ ആസ്ഥാനത്താണ് കിണറെങ്കിൽ സ്ഥാനംകാരൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയും, നിങ്ങൾ അവിടെ ഒന്ന് തിരിച്ചിട്ടേച്ചാൽ മതി. ആ ഭാഗം തിരിച്ചിട്ടേച്ചാൽ മതി എന്ന് വെച്ചാൽ, ഇപ്പൊ കന്നിമൂലയിൽ കിണറാണെങ്കിൽ ആ കിണറിന്റെ ഭാഗം കുറച്ചുകൂടി കെട്ടി തിരിച്ചിട്ടേച്ചാൽ മതി എന്നാ. അപ്പൊ ആ ദോഷം മാറിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരവും ഉണ്ട്. അതും ആ പരിഹാരമൊന്നും ആബ്സലൂട്ട് പരിഹാരമല്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ കാര്യത്തിൽ. ആസ്ഥാനത്ത് ഈ കിണറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പരിപൂർണമായ പരിഹാരം എന്ന് പറയുന്നത് അത് മൂട്ടിക്കളയുക എന്നുള്ളത്, മൂടിക്കളഞ്ഞ് വേറെ ഒരു കിണർ താത്തുക എന്നുള്ളത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.